എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഒരു വത്തിക്കാൻ സ്ട്രീറ്റ് ഉണ്ട്. കേരളത്തിലെ ഈ വത്തിക്കാൻ ആലുവക്കാരുടെ മേൽവിലാസങ്ങൾ ഇടം പിടിച്ചിട്ട് കുറേ കൊല്ലമായി. പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ കൗതുകമാണ് ഈ തെരുവും ഇവിടുത്തെ പേരും. ഞാനിങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുന്നത് റോമിലൊന്നുമല്ല, പക്ഷേ വത്തിക്കാനിലാണ്. മാർപ്പാപ്പയുടെ വത്തിക്കാനല്ല, നമ്മൾ മലയാളികളുടെ സ്വന്തം ആലുവയ്ക്കടുത്തുള്ള വത്തിക്കാൻ സ്ട്രീറ്റിൽ. അറിയാം വത്തിക്കാൻ സ്ട്രീറ്റ് അറിയാം. ഇവിടെ അടുത്ത് തന്നെയാണ്. അത് കൗതുകമുണ്ട്. വത്തിക്കാൻ എന്ന പേരിട്ടേക്കാണ്. അത് ആ പേര് മാറിയിട്ടുമില്ല, ഇപ്പോഴും ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള പേരത്. വിദേശ നാടുകളിലെ സ്ഥലനാമങ്ങൾ നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ അനുകരിക്കപ്പെടുന്നത് ഇതാദ്യമല്ല. ആലുവ MLA ഓഫീസിന് അടുത്താണ് വത്തിക്കാൻ സ്ട്രീറ്റ്. ചുറ്റിനും കോൺവെന്റും പള്ളികളും ഉള്ളതുകൊണ്ടാവണം ഈ തെരുവിന് വത്തിക്കാൻ എന്ന് പേര് വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെന്ന രീതിയിൽ ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ വരലും പിന്നെ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഈ പേരിടലും ഒരേ സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഇതിൽ വത്തിക്കാൻ സ്ട്രീറ്റ് ആക്കി എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഒരു പ്രത്യേക ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പേര്. ഇതിലൂടെ ആദ്യമായി കടന്നു പോകുന്ന ആരുടെയും മനസ്സിൽ ഈ സ്ഥലപ്പേര് ഒന്നുടക്കും. മതവിശ്വാസങ്ങൾക്ക് അപ്പുറം കൗതുകത്തിന്റെ രസക്കൂട്ടാണ് ഇവിടെയുള്ളത്. ക്രിസ്തീയ വിശ്വാസികളായ ഒരു കൂട്ടം മനുഷ്യർ നാടിന്റെ നന്മകളറിഞ്ഞ് ഇവിടെ ജീവിക്കുന്നു. മേൽവിലാസത്തിനൊപ്പം വത്തിക്കാൻ എന്നുകൂടി എഴുതുമ്പോഴുള്ള കൗതുകം, അത് ഇവിടുത്തുകാരുടെ ജീവിതത്തിൽ എമ്പാടും സന്തോഷം പരത്തുന്നുണ്ട്. ക്യാമറാമാൻ അനൂപസ് നായർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി.